തീവ്രവാദ സംഘടനകളുടെ ഇടയിൽ അവരിലൊരാളായി വർഷങ്ങളോളം ജീവിക്കുക, സംഘത്തലവൻ്റെ മദ്യപാന സദസ്സുകളിൽ ഏറ്റവും അടുത്തയാളാവുക, അവസാനം അയാളുടെ വിശ്വസ്തരായ കമാൻഡർമാരിൽ ഏതാണ്ട് എല്ലാവരെയും അനുയായികളാക്കി വളരെ സിമ്പിളായി സറണ്ടർ ചെയ്യിച്ച് തീവ്രവാദ സംഘടനയെ തന്നെ ഇല്ലാതാക്കുക. ചിലപ്പോൾ അയാൾ യാചകനായി, ചിലപ്പോൾ ഭീകരനായി, ചില സാഹചര്യങ്ങളിൽ ഭീകരർക്ക് ബോംബും ആയുധങ്ങളും എത്തിക്കുന്ന വിശ്വസ്തനായി. അങ്ങനെ പല രീതിയിൽ, പല ഭാവങ്ങളിൽ, പല സ്ഥലങ്ങളിൽ അയാൾ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം അയാൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: നാടിനെതിരെയുള്ള ആക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിക്കുക, ഭീകരരെ ഇല്ലാതാക്കുക, രാജ്യത്തെ സംരക്ഷിക്കുക. സൈനികർക്ക് മാത്രം ലഭിക്കുന്ന ബഹുമതിയായ കീർത്തിചക്ര ലഭിച്ച ആദ്യ പോലീസ് ഓഫീസർ. ഇതുവരെ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചിട്ടില്ല. പേഴ്സണൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് ടൈപ്പിങ്ങിനായി മാത്രം. ഒരു സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണില്ല, മാളുകളിൽ പോകില്ല. വല്ലാത്തൊരു ജീവിതം തന്നെ അല്ലേ? എങ്കിൽ അങ്ങനെ ഒരാൾ നമ്മുടെ ഇടയിലുണ്ട്. അയാളുടെ അജ്ഞാതരാകട്ടെ എല്ലായിടത്തും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് കുമാർ ഡോവൽ IPS, ഇന്ത്യൻ ജെയിംസ് ബോണ്ട്. 1945 ജനുവരി 20 ഉത്തരാഖണ്ഡിലെ പൗരി ഖർവാളിലായിരുന്നു അജിത് ഡോവലിന്റെ ജനനം. അച്ഛൻ സൈന്യത്തിൽ മേജറായിരുന്നു. അജ്മീർ മിലിറ്ററി സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. ആഗ്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയതിനു ശേഷമായിരുന്നു ഇന്ത്യൻ പോലീസ് സർവീസിലേക്ക് എത്തിയത്. 1968 കേരള കേഡർ IPSകാരനായാണ് ഔദ്യോഗിക ജീവിതത്തിന് തുടക്കമിടുന്നത്. തലശ്ശേരി കലാപത്തെ ഫലപ്രദമായി നേരിട്ട് കലാപം അമർച്ച ചെയ്ത യുവ പോലീസ് ഓഫീസർ അന്നേ രാജ്യത്ത് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയിരുന്നു. 1972 ഡൽഹിയിലേക്ക് തിരിച്ചു വിളിക്കപ്പെട്ട ഡോവലിന് ഇന്റലിജൻസ് ബ്യൂറോയിലായിരുന്നു ചുമതല. 2005 ഇന്റലിജൻസ് ബ്യൂറോയുടെ തലവനായി വിരമിക്കുന്നതുവരെയുള്ള 33 വർഷങ്ങൾ സാഹസികമായ നിരവധി ഓപ്പറേഷനുകൾക്ക് ഡോവൽ ചുക്കാൻ പിടിച്ചു. ഡോവലിന്റെ ബുദ്ധിപരമായ ഇടപെടലുകൾ രാജ്യത്തിനെതിരെ ഉയർന്നു വന്ന അസംഖ്യം ഭീഷണികളെ ഇല്ലാതാക്കി. രാജ്യവിരുദ്ധ ശക്തികൾക്ക് പേടി സ്വപ്നമായി അയാൾ മാറി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ രാജ്യത്തിന് ഭീഷണിയായി ഉയർന്നു വന്ന മിസോ നാഷണൽ ഫ്രണ്ടിന്റെ നട്ടലൊടിച്ച പ്രസിദ്ധമായ ഓപ്പറേഷൻ ഡോവൽ നടത്തിയത് ഇന്റലിജൻസ് ബ്യൂറോയിലെ തുടക്കകാലത്താണ്. മിസോ നാഷണൽ ഫ്രണ്ടിൽ നുഴഞ്ഞുകയറിയ ഡോവൽ അതിന്റെ തലവൻ ലാൽ ദംഗയുമായി സൗഹൃദത്തിലായി. ലാൽ ദംഗ നടത്തിയ നിർണായക ചർച്ചകളിൽ പോലും ഡോവൽ പങ്കാളിയായി. മിസോ നാഷണൽ ഫ്രണ്ട് തീവ്രവാദി നേതാക്കൾ ഡോവലിന്റെ വീട്ടിൽ ഭാര്യ പാകം ചെയ്യുന്ന ആഹാരവും കഴിച്ച് കളി തമാശകൾ പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. പിന്നെ നടന്നത് ചരിത്രമാണ്. അതിനെക്കുറിച്ച് ലാൽ ദംഗ പറയുന്നത് ഇങ്ങനെ: എനിക്കൊപ്പം 7 കമാൻഡർമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഡോവൽ അതിലെ 6 പേരെയും പാട്ടിലാക്കി. അവസാനം എനിക്കൊപ്പം ഒരാൾ മാത്രമായി. സർക്കാരിനോട് സന്ധി ചെയ്ത് സമാധാന ഉടമ്പടി ഒപ്പുവെക്കലല്ലാതെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. 1988 സുവർണക്ഷേത്രത്തിൽ തമ്പടിച്ച ഭീകരരെ പുറത്താക്കാൻ സൈന്യം നടത്തിയ ബ്ലാക്ക് തണ്ടർ സെക്കൻഡ് സ്പെഷ്യൽ ഓപ്പറേഷനിലും ഡോവൽ നിർണായക പങ്ക് വഹിച്ചു. അന്ന് ഭീകരരെ കാണാൻ പാക് ചാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അകത്ത് കയറിയ ഡോവലിന് സാധിച്ചു. റിക്ഷാക്കാരൻ എന്ന നാട്യത്തിൽ നഗരത്തിൽ കറങ്ങി നടന്നതിന് ശേഷമായിരുന്നു ഈ സാഹസികത. സുവർണക്ഷേത്രത്തിന്റെ ഉള്ളിൽ എവിടെയൊക്കെ ആയുധങ്ങളുണ്ടെന്നും എത്ര ഭീകരർ ഉണ്ടെന്നുമുള്ള കൃത്യമായ വിവരങ്ങൾ ഡോവൽ NSGക്ക് നൽകി. മാത്രമല്ല, പാക് ചാരസംഘടന നൽകിയ ബോംബുകളാണെന്ന വ്യാജേന ഖാലിസ്ഥാൻ ഭീകരർക്ക് സ്ഫോടക വസ്തുക്കൾ നൽകാനും ഡോവലിന് കഴിഞ്ഞു. സ്പെഷ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചതോടെ ബോംബുകൾ പൊട്ടിക്കാൻ നോക്കിയ ഭീകരർക്ക് അപ്പോഴാണ് അമളി മനസ്സിലായത്. ഡോവൽ കൊടുത്ത ഒറ്റ ബോംബുകൾ പോലും പൊട്ടുന്നവയായിരുന്നില്ല. സുവർണക്ഷേത്രത്തിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഏറ്റവും വിജയകരമായ ഓപ്പറേഷനായിരുന്നു അത്. പാകിസ്ഥാനിൽ 7 വർഷം ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായിരുന്ന ഡോവൽ അക്കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ എന്തെന്ന് ഇപ്പോഴും വെളിച്ചം കണ്ടിട്ടില്ല. അന്ന് പാകിസ്ഥാനിൽ ശ്രദ്ധിക്കപ്പെട്ട യുവരാഷ്ട്രീയക്കാരൻ നവാസ് ഷെരീഫുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ഡോവലിന് കഴിഞ്ഞിരുന്നുവെന്നത് പരസ്യമായ രഹസ്യമാണ്. ജമ്മു കാശ്മീരിലെ ഭീകരവിരുദ്ധ പോരാട്ടത്തിനും അജിത് ഡോവൽ നേതൃത്വം കൊടുത്തിരുന്നു. ഭീകരർക്കെതിരെ കശ്മീരിൽ നിന്ന് തന്നെ ആളുകളെ പരിശീലിപ്പിക്കാനും
ഇന്ത്യൻ സർക്കാരിന് അനുകൂലമായി കശ്മീരി സംഘടനകളെ വളർത്താനും അദ്ദേഹം ശ്രദ്ധ പതിപ്പിച്ചു. ഇന്ത്യൻ സൈന്യത്തിന് നിർണായകമായ നിരവധി ഓപ്പറേഷനുകൾ നടത്താൻ ഡോവലിന്റെ ഈ പ്രവർത്തനങ്ങൾ സഹായിക്കുകയും ചെയ്തു. 1999 കാണ്ഡഹാർ വിമാനറാഞ്ചൽ നടന്നപ്പോൾ ബന്ദികളെ രക്ഷിക്കാനുള്ള ചർച്ചകളിലും അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. കാണ്ഡഹാർ മാത്രമല്ല, രാജ്യത്ത് നടന്ന മിക്ക വിമാനറാഞ്ചൽ സംഭവങ്ങളിലും ബന്ദികളെ രക്ഷിക്കാൻ ആസൂത്രണത്തിന്റെ ചരട് വലിച്ചതും ഡോവൽ തന്നെയായിരുന്നു. 2005 ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടറായി ഔദ്യോഗിക സേവനത്തിൽ നിന്ന് അജിത് ഡോവൽ വിരമിച്ചു. വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സ്ഥാപക ഡയറക്ടർമാരിൽ ഒരാളായ അദ്ദേഹം വിദേശത്ത് കുമിഞ്ഞുകൂടിയ കള്ളപ്പണത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്നതിന് നേതൃത്വം നൽകി. ദേശീയ സുരക്ഷയും അന്താരാഷ്ട്ര ബന്ധങ്ങളും എന്ന വിഷയത്തിലുള്ള അഗാധമായ അറിവ് 2014 മോദി സർക്കാരിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായുള്ള നിയമനത്തിന് കാരണമായി. ഇന്ത്യയുടെ പ്രതിരോധ നയത്തിൽ ചരിത്രപരമായ മാറ്റത്തിനാണ് ഡോവൽ യുഗം തുടക്കം കുറിച്ചത്. ആക്രമണത്തിലൂന്നിയ പ്രതിരോധം എന്ന നയം നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചതിന് പിന്നിൽ ആ മാറ്റമായിരുന്നു. അതിർത്തിക്കപ്പുറത്ത് നിന്ന് ആക്രമണമുണ്ടായാൽ വേണമെങ്കിൽ അതിർത്തി കടന്ന് തിരിച്ചടിക്കുക എന്ന നയം ആഗോളതലത്തിൽ ഇന്ത്യക്ക് മേൽക്കൈ കിട്ടാൻ കാരണമായി. മ്യാൻമർ അതിർത്തിയിലെ ഭീകരർക്കെതിരെ നടത്തിയ ഓപ്പറേഷനും ഉറിക്ക് ബദലായി നടത്തിയ സർജിക്കൽ സ്ട്രൈക്കും ചരിത്രത്തിന്റെ ഭാഗമായി. പുൽവാമ ആക്രമണത്തിന് ബദലായി ബലാക്കോട്ടിലേക്ക് ഇന്ത്യൻ വ്യോമസേന ചീറിപ്പാഞ്ഞതും ഈ നയത്തിന്റെ ഭാഗമായിരുന്നു. പാകിസ്ഥാന്റെ വെടിനിർത്തൽ ലംഘനത്തിന് ഓരോ ഉണ്ടയ്ക്കും 2 വച്ച് തിരിച്ചു കൊടുക്കണമെന്ന നിർദ്ദേശം BSFന് നൽകിയതും ഡോവലാണ്. കഴിഞ്ഞ 10 വർഷമായി സിവിലിയൻസിനെതിരെയുള്ള ഭീകരാക്രമണങ്ങൾ ഇല്ലാതായതും 1ന് 10 എന്ന രീതിയിൽ തിരിച്ചടി കിട്ടുമെന്ന് ശത്രുക്കൾക്ക് മനസ്സിലാക്കി കൊടുത്തതും ഡോവൽ നയത്തിന്റെ വിജയമായി. ചൈനയുടെ അധീശത്വ നയത്തിന് അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കാൻ ഇന്ത്യ തയ്യാറായതും ഇക്കാലത്ത് തന്നെ. ഡോക്ലാമിലും ഗാൽവനിലും 1 ഇഞ്ച് പോലും പിറകോട്ടില്ല എന്ന് മാത്രമല്ല, വേണമെങ്കിൽ മുന്നോട്ട് പോകാനും തയ്യാറാണ് എന്ന സന്ദേശം ഇന്ത്യ ചൈനയ്ക്ക് നൽകി. ഡോവലിന്റെ സുരക്ഷാ നയത്തിന് നരേന്ദ്രമോദി സർക്കാരും പൂർണ്ണ പിന്തുണ നൽകിയതോടെ ഒരു സൈനിക ശക്തി എന്ന നിലയിൽ ആഗോളതലത്തിൽ ഇന്ത്യയെ കണ്ടു തുടങ്ങി. രാജ്യത്ത് മിലിറ്ററി പവർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക തന്നെ വേണമെന്നും ശക്തി ഉപയോഗിക്കാതിരിക്കുന്ന രാജ്യങ്ങൾക്ക് നിലനിൽപ്പില്ലെന്നതുമാണ് ഡോവലിന്റെ നയം. ആഭ്യന്തര സുരക്ഷയിലും ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്നും രാജ്യത്തിന്റെ ശത്രുക്കൾക്കെതിരെ ഉരുക്കുമുഷ്ടി ഉപയോഗിക്കുക തന്നെ വേണമെന്നുമാണ് ഡോവലിന്റെ പ്രഖ്യാപനം. ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 പിൻവലിക്കുന്നതിന് മുൻപ് ആവശ്യമായ ഗൃഹപാഠം നടത്തിയതും മറ്റാരുമല്ല. ഇന്ന് കാശ്മീർ സാധാരണഗതിയിലേക്ക് മടങ്ങാൻ കാരണമായ നിർണായക പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ നടത്തിയത് ഡോവലിന്റെ ഉറപ്പിന്മേലായിരുന്നു. ഇന്ന് വിദേശങ്ങളിൽ ഇന്ത്യയുടെ ശത്രുക്കളുടെ മേൽ അജ്ഞാതർ വിഷമായും വെടിയുണ്ടകളായും വന്ന് വീഴുമ്പോൾ അതിനു പിന്നിലാരെന്നതും ലോകത്തിനറിയാം. അജിത് ഡോവൽ, ആധുനിക ഇന്ത്യയുടെ 3ാം കണ്ണ്.